ഇറാനെതിരെ പുതിയ സൈനിക നടപടി ആലോചിക്കുന്നതായി യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയേക്കാൾ വലിയ സൈനിക നടപടിയാണ് ആലോചിക്കുന്നതെന്നും അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ മാധ്യമമായ ആക്സിയോസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഇറാൻ ചർച്ചകളിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഇറാനിലെ വിവിധ സൈനിക കേന്ദ്രങ്ങൾക്കു നേരെ അമേരിക്കൻ സൈന്യം തുടർച്ചയായ 12ാം രാത്രിയിലും ശക്തമായ വ്യോമാക്രമണം നടത്തി. ആക്രമണ പരമ്പര പൂർത്തിയായതായി യു.എസ്. സെൻട്രൽ കമാൻഡ് അറിയിച്ചു. 5 മണിക്കൂർ നീണ്ട വ്യോമാക്രമണത്തിൽ ഇറാന്റെ നാവികശേഷികൾ, മിസൈൽ, ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങൾ, തീരദേശ നിരീക്ഷണ കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ തകർത്തതായി അമേരിക്ക വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം ഹോർമൂസ് കടലിടുക്കിൽ ഒരു കപ്പൽ ആക്രമിക്കപ്പെടുമ്പോൾ ഇറാനിലെ ഓരോ പാലമോ പവർ പ്ലാന്റോ യു.എസ്. ബോംബിട്ട് തകർക്കുമെന്നാണ് ട്രംപിന്റെ പുതിയ ഭീഷണി. ട്രൂത്ത് സോഷ്യലിലായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രതികരിച്ചത്. ഈ നിമിഷം മുതൽ മിസൈലോ ഡ്രോണോ റോക്കറ്റോ മറ്റേതെങ്കിലും ആയുധങ്ങളോ ഉപയോഗിച്ച് ഹോർമൂസ് കടലിടുക്കിലുള്ള ഏതെങ്കിലും കപ്പലിനെ ഇറാൻ ആക്രമിക്കുമ്പോൾ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാന് തൊട്ടടുത്ത് ഉൾപ്പെടെയുള്ള പാലമോ പവർ പ്ലാന്റുകളോ യു.എസ്. ബോംബിട്ട് തകർക്കും, ട്രംപ് പറഞ്ഞു. കണ്ണിന് പകരം കണ്ണ് എന്ന നയമാണ് തങ്ങളുടേതെന്ന ഇറാന്റെ പ്രസ്താവനയ്ക്ക് കണ്ണിന് പകരം തല എന്നതാണ് ഇനി നയമെന്ന മറുപടിയുമായി അമേരിക്ക രംഗത്തെത്തിയതോടെ പശ്ചിമേഷ്യൻ യുദ്ധഭീതി കനക്കുന്നു. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ് കണ്ണിന് പകരം തല എന്നതായിരിക്കും ഇനി നയമെന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നത്. കണ്ണിന് പകരം കണ്ണ് എന്നതല്ല, കണ്ണിന് പകരം തല എടുക്കുന്ന നയമായിരിക്കും ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം സ്വീകരിക്കുകയെന്ന് അദ്ദേഹം പറഞ്ഞു. അമേരിക്കൻ താൽപര്യങ്ങൾക്കോ സൈന്യത്തിനോ നേരെ എന്തെങ്കിലും ആക്രമണമുണ്ടായാൽ ഇറാൻ കനത്ത വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആവശ്യപ്പെട്ടാൽ 2 മിനിറ്റിനുള്ളിൽ ഇസ്രായേൽ ഈ സൈനിക നീക്കത്തിൽ പങ്കുചേരുമെന്ന് ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ ഇറാനെതിരെയുള്ള ആക്രമണത്തിന് അമേരിക്കയ്ക്ക് ഇസ്രായേലിന്റെ സൈനിക സഹായം ആവശ്യമില്ല. ഇസ്രായേൽ ഈ യുദ്ധത്തിൽ പങ്കാളിയായാൽ അത് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികാര ആക്രമണങ്ങൾക്ക് കാരണമായേക്കാമെന്നും ട്രംപ് പറഞ്ഞു. അന്തരിച്ച യു.എസ്. സെനറ്റർ ലിൻഡ്സെ ഗ്രഹാമിന്റെ അന്ത്യോപചാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടുത്തയാഴ്ച അമേരിക്കയിൽ എത്തുമെന്നും അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും ട്രംപ് പറഞ്ഞു. ആണവോർജ മേഖലയിൽ അമേരിക്കയുമായി ചരിത്രപരമായ സഹകരണത്തിനാണ് സൗദി അറേബ്യ കൈകൊടുത്തിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപ്രധാനമായ ആണവ കരാറിൽ ഒപ്പുവെച്ചതിനെ ലോകം അതീവ ശ്രദ്ധയോടെയാണ് നോക്കിക്കാണുന്നത്. അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ ഗൾഫ് മേഖലയിലുടനീളം ഇറാന്റെ ആക്രമണം തുടരുന്നത്. അമേരിക്ക ഇതിനെല്ലാം തിരിച്ചടി നൽകുമെന്നാണ് കരുതപ്പെടുന്നത്. അമേരിക്കയ്ക്കൊപ്പം ഇസ്രായേലും കൂടി പങ്കുചേർന്നാൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം പശ്ചിമേഷ്യയിൽ കനക്കും. അതുകൊണ്ട് തന്നെ യുദ്ധഭീതിയിലാണ് പശ്ചിമേഷ്യ എന്ന് പറയേണ്ടി വരും. എന്തായാലും കനത്ത ആക്രമണം ഉടൻ ഉണ്ടാകുമെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്.